നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത് ദൈവത്തിൽ നിന്ന് ഇനി എന്ത് ലഭിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ആ വെല്ലുവിളികളും ആ ഭാരങ്ങളുമൊക്കെ നമ്മൾ ദൈവത്തോട് പങ്കുവെച്ചിട്ട് ദൈവത്തിൽ നിന്ന് ഒരു സഹായവും ദൈവത്തിൽ നിന്ന് ഒരു ഇടപെടലും ഒക്കെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. അത് തെറ്റല്ല കേട്ടോ. അങ്ങനെ നമുക്ക് ദൈവത്തോട് തുറന്നു പറയാം, ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നാം ദൈവത്തിൽ നിന്ന് അനുഭവിച്ച നന്മകളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും എത്ര അധികമാണെന്ന്? നാം ഇന്നലെകളിൽ ചോദിച്ചതിൽ കൂടുതൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തോട് നമ്മൾ ആഗ്രഹം പ്രകടിപ്പിച്ചതിലും അധികമായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവനും ഭക്തിക്കും നമ്മുടെ ഓരോ ദിവസത്തിനും വേണ്ടിയതെല്ലാം ദൈവം ഒരുക്കി തന്നു. അതേ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി, ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വന്നെങ്കിലും ഇന്നയോളം ദൈവം നടത്തിയില്ലേ? ഇത്രയധികം നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ച ദൈവത്തിന് തിരികെ എന്തു കൊടുക്കാം, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആയുസ് കൊണ്ട് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ദൈവരാജ്യത്തിന് എങ്ങനെ എനിക്ക് പ്രയോജനമാകാൻ കഴിയും? ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചു, എനിക്ക് തിരികെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളത്തിലൊന്ന് വരുന്നത് നല്ലതാകട്ടോ. അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. കാരണം എപ്പോഴും ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കുക മാത്രമല്ല, ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ചിലത് കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദാവീദ് രാജാവ് ഒരിക്കൽ സങ്കീർത്തനം എഴുതിയപ്പോൾ ഇതേ ആശയത്തിൽ നിന്നുകൊണ്ട് ദൈവം തനിക്ക് ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഓർത്തുകൊണ്ട് ദൈവം മുമ്പാകെ ഒരു സമർപ്പണത്തോടുകൂടെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വാചകം എഴുതി. അത് 116 സങ്കീർത്തനം 12 വാക്യത്തിൽ കാണാൻ കഴിയും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം നൽകി? ഇതൊരു ചോദ്യമായി ദാവീദിൻ്റെ ഉള്ളിൽ നിൽക്കുക. തന്നെ ഇന്നലകളിൽ അപ്പൻ്റെ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് അഭിഷേകം പകർന്ന് രാജ്യസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ ദൈവം കൊടുത്ത് അവനെ അലങ്കരിച്ചപ്പോൾ ദാവീദ് പിന്നത്തേത് തിരിഞ്ഞു നോക്കിയിട്ട് പറയാം, ഞാൻ എന്ത് അങ്ങേക്ക് നൽകാനായിട്ട് കഴിയും? എന്ത് നിനക്ക് നൽകുവാനായിട്ട് എന്നെ കൊണ്ട് കഴിയും ദൈവമേ എന്നുള്ളൊരു ചോദ്യം ദാവീദിൻ്റെ ഉള്ളത്തിൽ കടന്നു. നമുക്ക് ദൈവത്തിന് വേണ്ടി ചിലത് കൊടുക്കാം. ഈ ആയുസ്സിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാം. അതിനായി ദൈവം എന്താ ഉപയോഗിക്കട്ടെ? ഈ വചനത്താൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.